ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 343. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുവാകം 6 സൂക്തം 72 ഇതിലെ ദേവത ഇന്ദ്രനെ പറ്റിയുള്ള പരാമർശമാണ്. ഇന്ദ്രൻ ആരാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്, എങ്കിലും പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, ഒരു തത്വം അനുസരിച്ചാണ് കർമ്മം ചെയ്യുക. എന്ത് ചെയ്യുന്നതിനൊരു തത്വമുണ്ട്. ഒരു കല്ല് പൊട്ടിക്കണ്ടിക്ക് അടിക്കുകയല്ലേ ചെയ്യുക, അല്ലാതെ തടയി കൊടുക്കുകയല്ല. എന്തിനും ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് മാത്രം കൊണ്ട് ഒരു കർമ്മവും നടക്കില്ല. അതിനെന്ത് വേണം? അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. ഇപ്പോൾ ഒരു വീട് വെക്കണ്ടിക്ക് എല്ലാ മെറ്റീരിയലും പ്ലാനും വെച്ച് അതിൻ്റെ കൂടെ മെറ്റീരിയലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീടാവില്ല. അതിനെ ഏകോപിപ്പിക്കാൻ ഒരു മേസ്ത്രി എല്ലാം വേണം. അതുപോലെ നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഉദാഹരണമായി ചോറ് വെക്കുമ്പോൾ ആ ചോറിൻ്റെ അകത്ത് അരി പാത്രത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഏകോപിപ്പിക്കണം, എല്ലാത്തിനും ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി, ഒരു മാനേജ്മെൻറ്റ്, സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് ബിടെക് എടുത്താലൊന്നും പോരാ, ഒരു മാനേജ്മെൻറ്റ്. ഒരു ഹോസ്പിറ്റലാണെങ്കിലും അതിലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതാണ് മാനേജ് ചെയ്യുന്നത്. സയൻസ് മാത്രം പോരാ. അപ്പം അങ്ങനെ അതേമാതിരി അവിടെ നടക്കുന്ന പ്രക്രിയയിൽ ഇപ്പം നമ്മുടെ ശരീരം മുറിഞ്ഞെങ്കിലും അതിൻ്റെ അകത്തൊരു പ്രവർത്തനം നടന്നിട്ടാണ് കൂടി യോജിപ്പിക്കുന്നത്. അത് ഡോക്ടറൊന്നുമല്ല ചെയ്യുന്നത്. ഡോക്ടർ തുന്നിച്ചേർത്ത് വെക്കും. പക്ഷേ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനത്തെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനൊരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഇന്ദ്രനെ പറ്റി പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 72. ഋഷി അഥർവൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ്. ഉത്തിഷ്ഠതാവ പശ്യതേന്ദ്രസ്യ ഭാഗമൃത്യം യദി ശ്രാദം ജുഹോദന യദ്യ ശ്രാദം മമത്തന ശ്രാദം ഹവിരോ ശിന്ദ്രപ്രയാഹി ജഗാമസുരോ അധ്വനോ വി മദ്യം പരിത്വാസതേ നിധിഭി സഖായ കലപ ന വ്രാജപതിം ചരന്തം ശ്രാദം മന്യ ഊധനി ശ്രാദമഗ്നൗ സുശ്രുതം മന്യേ തദൃതം നവീയ മാധ്യന്തിനസ്യ സവനസ്യ ദത്സ്ന പിബേന്ദ്ര വജ്രിൻ പുരുകൃജുഷാണ. ഭാവാർത്ഥം: ഋത്തുക്കള് വസന്തകാലത്ത് ആസനസ്ഥനാകാതെ യജ്ഞത്തിൽ ഇന്ദ്രനെ ശ്രവിക്കുക. പാകമാകുന്നതുവരെ ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുക. പാകമാകുമ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ട് അഗ്നിയിലെ ആഹുതികൾ അർപ്പിക്കുക. ഇന്ദ്ര, ഇപ്പോൾ ഹവിസ് പാകമായിരിക്കുന്നു, അതിനാൽ വേഗത്തിൽ വരിക. സൂര്യോദയം കഴിഞ്ഞ് പകുതി സമയം കഴിഞ്ഞു. പിഴിഞ്ഞെടുത്ത സോമവുമായിട്ട് ഋത്തുക്കുകളും പുരുഷന്മാരും ഗൃഹനാഥനെ ഉപാസിക്കുന്ന പോലെ നിങ്ങളെയും ഉപാസിക്കുന്നു. ഗോക്കളുടെ അനുഗ്രഹത്താൽ അത് ക്ഷീരരൂപത്തിൽ പാകമാകുന്നു. അഗ്നിയിലൂടെ അത് പാകമായിട്ട് വരുന്നു. ഇത് ശരിയായ രീതിയിലാണ് അർപ്പിച്ചത്. അങ്ങ് ഈ ഹവിസ് സ്വീകരിക്കുക. ഇവിടെ പറയുകയാണ് ഋത്തിക്കുകൾ. ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യുന്നവർ. ഇപ്പം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിൽ ഋത്തിക്ക് എന്നെ ഋത്തിക്ക് എന്ന നിലയിൽ കാണാം. സയൻസ് അറിഞ്ഞിട്ട് അല്ലെ ആ ചെയ്യുന്ന കർമ്മത്തെപ്പറ്റി നല്ല ജ്ഞാനമുള്ള ആൾക്കാർ, അവരാണല്ലോ കർമ്മം ചെയ്യുക. അവർ വസന്തകാലത്ത്, അതായത് നല്ല സീസൺ വരുമ്പോൾ ആസനസ്ഥനാകാതെ ഇരിക്കാതെ ചുമ്മാ ഇരിക്കുക. നമ്മൾ ഋത്തിക്കുകൾ കർമ്മം ചെയ്യുന്നവരെന്ത് വേണം? ചുമ്മാ ഇരിക്കരുത്. വസന്തകാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല സീസൺസ് എല്ലാം വരുമ്പോൾ, അനുയോജ്യമായ സമയം വരുമ്പോൾ യജ്ഞത്തിൽ ഇന്ദ്രനെ ശ്രദ്ധിക്കുക, യജ്ഞം നടത്തണം. അപ്പം നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ യജ്ഞം, കർമ്മം ചെയ്യുക. വെറുതെ ചുമ്മാ ഇരിക്കരുത്. നല്ല അനുകൂലമായ സമയം വരുമ്പോൾ കർമ്മം ചെയ്യണം. കർമ്മം എങ്ങനെ ചെയ്യണം?
ഇന്ദ്രനെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് ചെയ്യുന്ന കർമ്മത്തിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ഏകോപിപ്പിക്കുന്ന ശക്തിയെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. ഉദാഹരണമായിട്ട് ഒരു വീട് വെക്കുമ്പോൾ മേസ്ത്രിയാണ് വീട് വെക്കുന്നതെങ്കിൽ മേസ്ത്രിയെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ സാധനങ്ങളെല്ലാം കൊടുക്കാൻ. അതുപോലെ യജ്ഞം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞ ആ ചെയ്യുന്ന യജ്ഞത്തിന്റെ അകത്തൊരു ശക്തി വിശേഷമുണ്ട്, ഇന്ദ്രൻ. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി, ആ ശക്തിയെ ശ്രദ്ധിക്കണം. ആ മേസ്ത്രി എങ്ങനെയാ ചെയ്യുക? സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിനും അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവൃത്തി സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രൻ ചെയ്യുക. അപ്പം ഇന്ദ്രനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രന് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ആ വസ്തുവിനെ പുതിയ വസ്തുവാക്കാൻ എന്തെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അതെല്ലാം ഇന്ദ്രന് ചെയ്തു കൊടുക്കണം. ഒരു വീട് വെക്കാൻ മേസ്ത്രിക്ക് മേസ്ത്രി ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കൊടുക്കണം. അതേപോലെ ഇന്ദ്രനെയും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പാകമാകുന്നത് വരെ ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുക. പാകമാകുന്നത് വരെ. ഇപ്പം ചോറ് വെക്കുകയാണെങ്കിൽ ചോറ് വെക്കുന്ന അതിൻ്റെ അകത്ത് അരിനെ ചോറാക്കി മാറ്റുന്നത് ഇന്ദ്രനാണ്. പക്ഷെ ആ ഇന്ദ്രനെ നമ്മൾ എന്ത് വേണം? ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം, അതായത് അഗ്നി ചൂടാക്കണം. എത്ര വരെ? പാകമാകുന്നത് വരെ ചൂടാക്കണ്ടേ. അല്ലാതെ കുറച്ച് ചൂടും കൊടുത്തിട്ട് ഇന്ദ്രന് നീ ചോറാക്കുന്നു പറഞ്ഞാൽ ഇന്ദ്രന് ചോറാക്കാനും പറ്റുള്ളൂ. ഒരു മേസ്ത്രിക്ക് വീട് പണി കഴിയുന്നത് വരെ അതിന് വേണ്ട എല്ലാം കൊടുക്കണം. അതുപോലെ ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കണം. ഇന്ദ്രൻ സയൻസിന്റെ അടിസ്ഥാനത്തിലേ കർമ്മം ചെയ്യുള്ളൂ. അതുപോലെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. ഒരു മേസ്ത്രിക്ക് വീട് വെക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട എന്തെല്ലാണ്? മേസ്ത്രിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം എല്ലാം കൊടുക്കണം. അതേമാതിരി അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കണം. എങ്കിലേ അങ്ങനെ വീടുണ്ടാക്കും. അല്ല ആ സമയത്ത് വേണ്ടാത്ത കള്ളു കുറെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പണി നടക്കും ഇല്ല. അതാണ് സ്തുതികളുടെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ, വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. ഇന്ദ്രന് വേണ്ടി അഗ്നിയിൽ ആഹൂതി അർപ്പിക്കുക. അപ്പൊ എന്ത് കർമ്മം ചെയ്യണ്ടെങ്കിലും ഇന്ദ്രൻ മാത്രം മതിയാ, അഗ്നി വേണ്ടേ, ഊർജം വേണ്ടേ. അതുകൊണ്ടാണ് പാത്രത്തിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? തീയിടുന്നത്. അപ്പൊ ഏതൊരു കർമ്മം ചെയ്യണ്ടെങ്കിൽ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയുള്ളൂ. അപ്പൊ മേസ്ത്രിക്ക് ഊർജം കിട്ടണ്ടെങ്കിൽ മേസ്ത്രിക്ക് ചിലപ്പം ഭക്ഷണം കൊടുക്കേണ്ടി വരും, ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അതുമാതിരി മേസ്ത്രി എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന അവൻ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ദ്രന് വേണ്ടി അഗ്നിയിൽ ആഹൂതി അർപ്പിക്കുക. അഗ്നിയിലാണ് ആഹൂതി അർപ്പിക്കേണ്ടത്, ഊർജത്തിലാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഊർജത്തിലാണ്. കാരണം ചോറ് വെക്കുമ്പോഴും അഗ്നി ഇട്ടിട്ട് അതിലാണ് നമ്മൾ ആഹൂതി കൊടുക്കേണ്ട, അരിയും വെള്ളം എല്ലാം കൊടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ അതിനെ ചോറാക്കി മാറ്റുക. ഇന്ദ്രനോട് പറയാണ്, ഇപ്പോൾ ഹവിസ് പാകമായിരിക്കുന്നു, ഏകദേശം നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇനി നീ വേഗത്തിൽ വന്ന് അതിന് എന്ത് വേണം? പാകമാക്കണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ട എല്ലാ ഹവിസുകളെല്ലാം കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രൻ വന്നിട്ട് അതിനെന്ത് ചെയ്യും? അരിയെ ചോറാക്കിയിട്ട് മാറുക. അല്ലെങ്കിൽ ഏത് നമ്മളിപ്പോൾ കൃത്രിമ റബ്ബർ ഉണ്ടാക്കിയാണ്, റേഡിയോ ഉണ്ടാക്കിയോ, TV ഉണ്ടാക്കിയോ, എന്ത് ചെയ്യുമ്പോഴും എല്ലാം അവിടെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി അത് പൂർത്തീകരിക്കും. സൂര്യോദയം കഴിഞ്ഞ പകുതി സമയം കഴിഞ്ഞു. സൂര്യോദയം കഴിഞ്ഞിട്ട് പകുതി സമയം, നമ്മൾ സാധാരണ ഇത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. നമ്മൾ കർമ്മം ചെയ്യുന്ന എപ്പോഴാണ്? സൂര്യൻ ഉദിച്ച് വരുമ്പോൾ. രാവിലെ സമയമാണല്ലോ, പക്ഷികളെല്ലാം വളരെ ആക്റ്റീവാണ്, എല്ലാവരും ആക്റ്റീവാണ്. പകലാണല്ലോ കർമ്മം ചെയ്യുക, അത് തന്നെ രാവിലെയാണ് ആക്റ്റീവ്. അതുകൊണ്ട് ഇവിടെ അത് സൂചിപ്പിച്ചു എന്നല്ലോ. സീസൺസ് അല്ലെങ്കിൽ സീസൺസ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, ഉദയ സമയം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആരെല്ലാം പറഞ്ഞു? അതിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ഇന്ദ്രനുണ്ട്, അഗ്നിയുണ്ട്, സൂര്യോദയം അതിനെ സ്വാധീനിക്കുന്നത്. നമ്മളെല്ലാം കർമ്മ രാവിലെ ആയിരിക്കും അധികവും ചെയ്യുക. പിഴിഞ്ഞെടുത്ത സോമവുമായി ഋത്തിക്കുകളും വൃത്യന്മാരും ഗൃഹനാഥനോ ഉപാസിക്കുന്നു. പിഴിഞ്ഞെടുത്ത സോമം, ഇവിടെ പിഴിഞ്ഞെടുത്ത സോമം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്രിമ മഴ പെയ്ക്കുമ്പോൾ സോമം എന്താണ് ചെയ്യുക? പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ശുദ്ധമായത് എന്ന അർത്ഥമേ ഉള്ളൂ. അപ്പം തേങ്ങേൻ്റെ പാല് മാത്രം എടുക്കുകയാണെങ്കിൽ
ശുദ്ധമാണ്. അല്ല തേങ്ങൻ്റെ പീരിയും കൂടിയാണെങ്കിൽ അത്ര ശുദ്ധമല്ല. അതുപോലെ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ശുദ്ധമായിട്ട് ചെയ്യണം. ഇപ്പം ചോറ് വെക്കുകയാണെങ്കിൽ അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടെല്ലാം വേണം കൊടുക്കാൻ. അപ്പം ഗൃഹനാഥനോടൊപ്പം പിഴിഞ്ഞെടുത്ത സോമമായി ഋത്തിക്കുകളും പുത്രന്മാരും ഗൃഹനാഥനെ ഉപാസിക്കുന്നു. എല്ലാവരും കൂടിയിട്ടാണ് യജ്ഞം ചെയ്യുന്നത്. ഋത്തിക്കുകൾ നേതൃത്വം കൊടുക്കും, പുത്രന്മാരെല്ലാം സഹായിക്കും ആരെ? ഗൃഹനാഥന് വേണ്ടി. അതുപോലെ നമ്മൾ ആരെ ഉപാസിക്കണം? ഇന്ദ്രനെ ഉപാസിക്കണം അഗ്നിയുടെ സഹായത്താൽ. അപ്പം നമ്മൾ വീട്ടിലൊരു യജ്ഞം ചെയ്യുമ്പോൾ ഋത്തിക്കുകൾ അതിന് ആ വിഷയത്തിൽ അറിവുള്ളവരാണ് കർമ്മം ചെയ്യുക. എന്താണ് ചെയ്യേണ്ട കർമ്മം അത് അറിയുന്നവർ ചെയ്യും. ആർക്ക് വേണ്ടി? ഗൃഹനാഥന് വേണ്ടി. അപ്പം ബാക്കി വീട്ടിലുള്ളവരെല്ലാം അതിനെ സേവിക്കും. അതേപോലെ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിൽ പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ആര് സേവിക്കണം? ഇന്ദ്രനെയെല്ലാം സേവിക്കണം. അപ്പം നമ്മൾ ഒരു ഏകോപനത്തോടു കൂടി ചെയ്യുന്നത് പോലെ ആ പാത്രത്തിൻ്റെ അകത്തും സഹകരിക്കുന്ന കുറേ ശക്തികളുണ്ട്. അതിനെയും നമ്മൾ സേവിച്ചുകൊണ്ട് യജ്ഞം ചെയ്യണം. ഗോക്കളുടെ അനുഗ്രഹത്താൽ അത് ക്ഷീരരൂപത്തിൽ പാകമാകുന്നു. ഗോക്കളുടെ ഞാനിപ്പം പറയുമ്പോൾ എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? അരിയും വെള്ളം എല്ലാം വെച്ചിട്ടാണ് പറയുന്നത്. ഇവർ പറയുമ്പോൾ എപ്പോഴും ഗോക്കള്, പാല്, അതിൽ നിന്നാണല്ലോ മറ്റുള്ളയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോക്കളുടെ അനുഗ്രഹത്താല്. അപ്പൊ പശു വിചാരിച്ചാലും മാത്രമേ ഇവിടെ പാലെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പശുക്കളുടെ സഹായത്താലാണ് നമുക്ക് പാല് കിട്ടുന്നത്. ആ പാല് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യജ്ഞം, ഇവിടെ പറയുന്ന യജ്ഞം. നമ്മൾ ചോറ് വെക്കുന്ന കാര്യം ഇവിടെ നമ്മൾ ഉദാഹരണത്തിൽ എന്താണ് പറയുന്നത്? ചോറിന്റെ കാര്യം വെച്ചാണ് പറയുന്നത്. അപ്പൊ ചോറിൽ നമുക്ക് കിട്ടുന്ന ചോറ് വെക്കേണ്ട സാധനം എവിടുന്നാ കിട്ടുന്നത്? ധാന്യവും വെള്ളം. വെള്ളം ക്യാൻസറിന് കിട്ടും. ധാന്യം വേറെ കടയിൽ നിന്നെല്ലാം ചിലപ്പം വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും, വേറെ ആൾ ഉൽപ്പാദിപ്പിച്ച. അപ്പൊ ഇതെല്ലാം പുറത്തുനിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അഗ്നിയിലൂടെയാണ് അത് പാകമായി വരുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അഗ്നി ഉപയോഗിച്ചിട്ടാണ് പാകം ചെയ്യുന്നത്. ഇത് ശരിയായ രീതിയിലാണ് അർപ്പിച്ചത്. നമ്മൾ എന്ത് വേണം? എല്ലാ വസ്തുക്കളും ശരിയായ രീതിയിൽ അർപ്പിക്കണം. നമ്മളിപ്പോൾ ഒരു സാമ്പാർ വെക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ടുവോ? ഇല്ല, ആദ്യം പരിപ്പിടും. പിന്നെ വേവ് അനുസരിച്ചാണ് ഓരോന്നെല്ലാം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ശരിയായ രീതിയിലാണ് അർപ്പിച്ചത്. അംഗീഹിയ ഹവിസ് സ്വീകരിക്കുക. അങ്ങനെ നമ്മൾ ഹവിസ് അർപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ എന്ത് ചെയ്യും? അവയെ നമുക്ക് വേണ്ടി, ഇപ്പം സാമ്പാറാണ് ഉണ്ടാക്കുന്നുണ്ട്, സാമ്പാറാക്കി മാറ്റും. ഇവരെന്ത് ചെയ്യുന്ന? ക്ഷീരരൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കുന്നു എന്ന് വേറൊരു ഉദാഹരണം വെച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. അവരെപ്പോഴും പാല് അതിനെ പാകപ്പെടുത്തിയെടുക്കുന്ന കാര്യം വെച്ചല്ലാണ് ഉദാഹരണം പറയുന്നത്. നമ്മളെപ്പോഴും എളുപ്പത്തിന് ചോറ് വെച്ചിട്ട് മനസ്സിലാക്കാൻ ചോറ് വെച്ച് പറയുന്നതേ